നഴ്സസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ചാണ്. ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ചെക്ക് ചെയ്യുന്ന ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ. നമുക്കിത് വീട്ടിലിരുന്ന് തന്നെ അനായാസം ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മെഡിസിൻ ഉപയോഗിക്കുന്നവരും ഇൻസുലിൻ ഉപയോഗിക്കുന്നവരും ഒക്കെ പല സമയത്തും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അല്ലേ? പെട്ടെന്ന് ക്ഷീണം, വിറയൽ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളത്, ഷുഗർ കൂടിയത് കൊണ്ടാണോ, ഷുഗർ കുറഞ്ഞത് കൊണ്ടാണോ, അത് ഇനി ഷുഗറിൻ്റെ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോമീറ്റർ നമ്മളെ സഹായിക്കും. ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഷുഗർ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്ലൂക്കോമീറ്റർ. ഗ്ലൂക്കോമീറ്റർ എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലൂക്കോമീറ്റർ ഇങ്ങനെയൊരു ബാഗിനകത്താണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിലും ക്യാരി ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ് ഗ്ലൂക്കോമീറ്റർ. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന അവസരത്തിൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴിയിൽ വെച്ച് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാബിൻ്റെ സഹായം തേടാതെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്ലൂക്കോമീറ്റർ. ഇത് സ്ട്രിപ്സാണ്, ഇത് പെൻ, ഇത് നീഡിൽ. ഓക്കെ, നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോമീറ്റർ. ഇത് കോണ്ടോ TS എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 1500 വരും. ഈ ഗ്ലൂക്കോമീറ്ററിൻ്റെ സ്ക്രീനാണ് ഇവിടെയാണ് നമുക്ക് വാല്യൂ എഴുതി വരുന്നത്. പിന്നെ ഇത് മെമ്മറിയാണ്. പവർ ബട്ടണിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ഈ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ്, ഇതാണ് ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ്. ഈ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പിന് 2 വശങ്ങളുണ്ട്. ഈ വശം നമ്മുടെ ഗ്ലൂക്കോമീറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോമീറ്ററിൻ്റെ. ഈ ഭാഗത്താണ് നമ്മൾ രക്തത്തുള്ളികൾ വെക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഈ പെന്നിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിനകത്താണ് നമ്മൾ ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇതിന് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ പല റീഡിങ്ങുകളുണ്ട്. അത് നീഡിലിൻ്റെ പ്രിക്ക് ചെയ്യുന്ന സൈസിനനുസരിച്ചാണ് ഈ 1, 2, 3, 4, 5 എഴുതിയേക്കുന്നത്. 5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ഡീപ്പായി, ഏറ്റവും ഡീപ്പായിട്ട് പോകുന്നതാണ് 5. അതിപ്പം കൈ ഇച്ചിരി കട്ടിയുള്ള കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് 2, 3 ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. ഇതിനെ ലെഫ്റ്റ് നോട്ടൊന്ന് വരിക്കുക. ഇതിങ്ങനെ ഇങ്ങ് റിമൂവായി കിട്ടും. അപ്പം ഇതിനകത്ത് ഒരു നീഡിൽ ഇപ്പോൾ ഒഴുപ്പുണ്ട്. അതിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് പ്രസ് ചെയ്യുക, ഇതിനെയും പുറത്തേക്ക് വലിക്കുക. അപ്പോൾ അത് റിമൂവായി. ഇനി നമുക്ക് ന്യൂ നീഡിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. നീഡിൽ ഇങ്ങനെ പിടിക്കുക, ഇതിനെ ഇങ്ങനെ ആ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ എൻഡിലുള്ള ഈ ക്യാപ്പ് ഇങ്ങനെ തിരിച്ച് ഊരാവുന്നതാണ്. നമുക്ക് ഈ നീഡിൽ ഇപ്പോൾ സെയിം പേഴ്സണിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1, 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഡിസ്പോസിബിൾ നീഡിലാണ്, 1, 2 പ്രാവശ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡിഫറെൻറ്റ് പേഴ്സണ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നീഡിൽ മാറ്റേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് ഈ നീഡിൽ ഉള്ളിലേക്ക് വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ നീഡിൽ പുറത്തേക്ക് വരും. ഈ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നീഡിൽ പുറത്തേക്ക് വരും. ഓക്കെ, നമുക്കിത് ഒന്നുകൂടെ അകത്തേക്ക് പ്രസ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം ഈ ക്യാപ്പ് എടുത്ത് ഇതിനെ ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ അതിനെ നമുക്ക് ഇങ്ങനെ നീഡിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 2, 3 ഒക്കെ സഫീഷ്യൻ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പരിശോധിക്കുന്നത് നോക്കാം. ഈ സ്ട്രിപ്സ് ഇതിനുള്ളിലേക്ക് ഈ സൈഡാണ് 2 സൈഡുണ്ട്. സ്ട്രിപ്സിന് 2 സൈഡുണ്ട്. ഇതിൻ്റെ ഈ എൻഡിങ് ഇതിനുള്ളിലേക്ക് നല്ലതുപോലെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബ്ലഡ് ഡ്രോപ്സ് പോലെ ഒരു സിമ്പിൾ ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ഏത് വിരലിനാണോ നമ്മൾ പ്രിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈഡ് വശങ്ങളിൽ പ്രിക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നടുക്ക് ഭാഗത്ത് നെർവ് എൻഡിങ്സ് ഒക്കെ കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മൾ സൈഡ് വശങ്ങൾ പ്രിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്സിലോട്ട് ഈ ബ്ലഡ് വയ്ക്കണം. അപ്പോൾ ഇവിടെ റീഡ് ചെയ്യാൻ തുടങ്ങും. 5, 4, 3, 2, 1. കണ്ടോ, ബ്ലഡ് ഷുഗർ ഇവിടെ കാണിച്ചു കഴിഞ്ഞു. ഇത്രയും ഈസിയാണ്. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ സ്ട്രിപ്സ് ഇനി പുറത്തോട്ട് ഊരിയാൽ മതി. ഇതിവിടെ സ്റ്റോപ്പാകും. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്രീവിയസ് ടൈമിൽ നമ്മുടെ ഷുഗർ ലെവൽ നമ്മൾ മറന്നുപോയി. എന്ത് ചെയ്യണം? ഇവിടെ മെമ്മറി എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ വാല്യൂ ഇവിടെ കാണിക്കുന്നതാണ്. പിന്നെ യൂസ് ചെയ്ത നീഡിലുകൾ ശരിയായ രീതിയിൽ കരിച്ച് കളയുവാനായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസുകളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.